ഹായ് ഹലോ ഞങ്ങൾ വട്ടോളി ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യട്ടെ. അനിയത്തി തിരുവമ്പാടിയിൽ നിന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളെയും വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ. പിന്നെ അവൾ പറഞ്ഞു നിങ്ങൾ കൊയിലാണ്ടിക്ക് പോയിക്കോളി, ഞാൻ അന്നപ്പോഴേക്കും അങ്ങോട്ട് എത്താമെന്നാണ്. അങ്ങനെ മക്കൾക്ക് അവിടെ നിന്നപ്പം വെള്ളത്തിന് ദാഹമൊക്കെ തുടങ്ങി. മക്കൾ വെള്ളമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വെള്ളമൊക്കെ കുടിക്കുക. പിന്നെ ഞങ്ങൾ നേരെ കൊയിലാണ്ടി എത്തിയിട്ടോ. കൊയിലാണ്ടി എത്തിയപ്പോൾ ഇപ്പം ഞങ്ങൾ അവിടുന്ന് ബേക്കറിയൊക്കെ വാങ്ങി കൊയിലാണ്ടി സ്റ്റാൻഡിലിരിക്കുക വിചാരിച്ച്. അന്നപ്പോൾ ഓള് ബാലുശ്ശേരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ മോളെത്തി. വെള്ളത്തിന് പെരുന്നാളല്ലേ, പെരുന്നാൾ ക്ഷണനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അനിയത്തിക്ക്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചേരി കേട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ നന്ദിയിലേക്കുള്ള ബസ് കയറി ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. റെയിലിൻ്റെ മുകളിൽ കൂടി ആട്ടോ ഞങ്ങൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഇങ്ങനെ പോകുന്നത്. അങ്ങനെ പിന്നെ എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു. ഒരു വളവായിരുന്നു കേട്ടോ അവിടെ. പിന്നെ പൊന്നൂൻ്റെ വീട്ടിൽ പൊന്നൂന് പനിയാട്ടോ. പക്ഷെ അറിയായിരുന്നു ഞങ്ങൾ പനി ഉള്ളത് കേട്ടോ. പക്ഷെ അവളെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ല കേട്ടോ. കല്യാണം സൽക്കാരമൊക്കെ അല്ലേ, അതൊക്കെ അതിനൊക്കെ പോയതല്ലാതെ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോലും ഓരോ സാഹചര്യം കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. ഒക്കെ നല്ല ക്ഷീണമുണ്ട്. അവളുടെ അമ്മ ഞങ്ങൾക്ക് വെള്ളമൊക്കെ കലക്കി തന്നു. പിന്നെ ഞങ്ങൾ ചെന്ന് കുറച്ച് ചേർന്ന് അവിടെ വേറെ 3-4 ഗസ്റ്റുകളും കൂടി വന്നു കേട്ടോ. അവർ പിന്നെ ചപ്പാത്തിയും ബ്രെഡും ചിക്കൻ കറിയൊക്കെ തന്നു. ഞങ്ങളവിടെ ഇരുന്ന് എല്ലാവരും കൂടി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇളയമ്മയും സാവിയമ്മയും രാവിലെ പോയിട്ടുണ്ട്. ഞങ്ങൾ എത്തുന്ന അവളോട് വിളിച്ച് പറഞ്ഞതുകൊണ്ട് അവൾക്കും പനി, അവിടെ അമ്മയ്ക്ക് കാലിൻ്റെ മുട്ടുവേദന കുറേ ദിവസമായി എന്നാണ്. അപ്പം ഇളയമ്മയും സാവിയമ്മയും അങ്ങോട്ട് രാവിലെ വന്നു കേട്ടോ. പിന്നെ അമ്മയും അവരായിട്ട് ഞങ്ങളായിട്ട് കഥയൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ എല്ലാവരും ഒരുങ്ങി താഴോട്ട് ഇറങ്ങി വരിക കേട്ടോ. ഞങ്ങൾ അമ്മയായിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ വൈകുന്നേരമായി 5:30 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അവരുടെ ബാക്കിലൊരു വീടുണ്ട്, അവിടേക്ക് കേട്ടോ ഞങ്ങൾ പോകുന്നു. അവിടെ അച്ഛൻ്റെ അനിയൻ്റെ വീടാണ്. അപ്പോൾ അവിടെ വയ്യാത്തവരുണ്ട് കേട്ടോ. അവരെയൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ അവരോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പൊന്നൂന് ഭയങ്കര ഒരു മുഖത്തൊരു ഇതുണ്ട് കേട്ടോ. ഞങ്ങൾ പോവുക എല്ലാവരും കൂടി അത് വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ എല്ലാവരും വീട്ടിൽ ചെന്നിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ അവളില്ലാതെ പോകുമ്പോൾ പുരയിൽ നിൽക്കുന്നവർക്ക് ഭയങ്കര ഇത്. പിന്നെ ഞങ്ങൾ റെയിലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ റെയിലിനാണ് 2 ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടോ. ശരിക്കും നല്ലൊരു ഇത് തന്നെയായിരുന്നു കേട്ടോ അത്. അങ്ങനെ നന്ദി ബസാറിലെത്തി ഞങ്ങൾ ബസ്സിന് കാത്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബസ്സൊക്കെ കിട്ടി. ഞങ്ങൾ പോകണം. എല്ലാവർക്കും എല്ലായിടത്തിലും കൂടി ഞങ്ങൾ മുന്നിലായിരുന്നു. എല്ലാവരും അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ പിന്നെയും വെള്ളത്തിൻ്റെ ദാഹമൊക്കെ തുടങ്ങി. ഞങ്ങൾ കൊയിലാണ്ടി എത്തിയ വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് പിന്നെയാണ് വേദൂസിൻ്റെ തകൃതിയായിട്ടുള്ള കളി കേട്ടോ. ബസ്സിൻ്റെ മുന്നിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ബാലുശ്ശേരി എത്തിയപ്പോൾ ഫസ്റ്റ് ഞാനായിട്ട് ഇറങ്ങുന്ന. വേദൂസ് ടാറ്റയൊക്കെ തരികയാണ്. ഇനി ഇങ്ങനത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട്